ആയോ? PC ചാക്കോയുടെ വാർത്താ സമ്മേളനം ആരംഭിക്കുകയാണ്. അദ്ദേഹം എല്ലാ പദവികളും കോൺഗ്രസിലെ രാജിവെക്കുകയാണ്. ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാവി സംബന്ധിച്ചുള്ള പ്രഖ്യാപനവും നടത്തുന്നു. സ്ഥലപരിമിതി കൊണ്ട് ക്ഷമിക്കണം. ഞാൻ കഴിഞ്ഞ 6 നൂറ്റാണ്ട് കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായുള്ള എൻ്റെ ബന്ധം ഉപേക്ഷിച്ചു. ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് എൻ്റെ രാജിക്കത്ത് ഞാൻ കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീമതി സോണിയാഗാന്ധിക്ക് അയച്ചു കൊടുത്തു. ആ രാജിക്കത്തിൻ്റെ കോപ്പി കോൺഗ്രസ് നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിക്കും അയച്ചിട്ടുണ്ട്. അവരെ രണ്ടുപേരെയും ഞാൻ ഇവരെ അറിയിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങളോടാണ് പറയുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അപജയമാണ്. ദീർഘകാലമായി കോൺഗ്രസിൻ്റെ ഈ പരാജയങ്ങൾക്ക് പരിഹാരമുണ്ടാകണം എന്നുള്ള നിലയിൽ പ്രവർത്തിച്ച ഒരാളാണ് ഞാൻ. ഗ്രൂപ്പുകൾക്കതീതമായി കോൺഗ്രസ് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിച്ച ഒരാളാണ്. നിർഭാഗ്യവശാൽ കോൺഗ്രസ് എന്നൊരു പാർട്ടി ഇന്ന് കേരളത്തിലില്ല. അത് 2 പാർട്ടികളുടെ ഒരു ഏകോപന സമിതിയാണ്. ഒന്ന് ഐ കോൺഗ്രസും ഒന്ന് എ കോൺഗ്രസ്. കേരളത്തിലെ മുഴുവൻ സീറ്റുകളും ഒന്നുകിൽ ഐയുടെ സീറ്റുകളാണ്, അതല്ലെങ്കിൽ എയുടെ സീറ്റുകളാണ്. ഐയുടെ സീറ്റുകളിൽ ഐയുടെ ആളുകൾ മാത്രം മത്സരിക്കുക, എയുടെ സീറ്റുകളിൽ എയുടെ ആളുകൾ മാത്രം മത്സരിക്കുക. KPCC യോഗം കൂടുന്ന ഒരു കോർഡിനേഷൻ കമ്മിറ്റി ആയിട്ടാണ്. ഇപ്രാവശ്യം അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി, ഇപ്പോൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി 40 പേരുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയെ തീരുമാനിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ 40 പേര് കേരളത്തിൽ വരുന്ന ആദ്യമായിട്ടാണ്. 14 പേരിലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു, അത് 40 പേരിലൊരു കമ്മിറ്റിയാക്കി മാറ്റി. ആ കമ്മിറ്റി ഇതുവരെ ഒരു ചർച്ചയും ആ കമ്മിറ്റിയിൽ നടത്തിയിട്ടില്ല. കോൺഗ്രസിൻ്റെ നടപടിക്രമം അനുസരിച്ച് പ്രദേശ് സെലക്ഷൻ കമ്മിറ്റിയിൽ സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് വെക്കണം. അവിടെ ഓരോ നിയോജകമണ്ഡലത്തിലും ഒരു സ്ഥാനാർത്ഥിയോ ഒന്നിലേറെ സ്ഥാനാർത്ഥികളും ഉണ്ടാവും. അതിനെക്കുറിച്ച് ഓരോ സീറ്റുകളെക്കുറിച്ചും സ്ഥാനാർത്ഥികളെക്കുറിച്ചും ചർച്ച നടത്തിയിട്ട് ആ പാനൽ സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് അയക്കണം. ആ സ്ക്രീനിംഗ് കമ്മിറ്റി ആ ലിസ്റ്റ് ചുരുക്കി 1 പേരോ 2 പേരോ ആക്കി സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയിലേക്ക് അയക്കണം. ആ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയാണ് അവസാനമായി ഓരോ ആളുകളെ തീരുമാനിക്കുക. അപ്പോൾ പ്രാഥമികമായി ചെയ്യേണ്ടത് കേരളത്തിലെ ഇലക്ഷൻ കമ്മിറ്റിയിൽ ഈ സ്ഥാനാർത്ഥികളുടെ പേരുകളടങ്ങുന്ന പാനൽ സമർപ്പിക്കുകയാണ്. 2 പ്രാവശ്യം ഈ കമ്മിറ്റി കൂടിയപ്പോഴും ഈ പാനൽ ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി, ഞാൻ ആവശ്യപ്പെടുകയുണ്ടായി, എന്നോടൊപ്പം പലരും ആവശ്യപ്പെടുകയുണ്ടായി. പക്ഷേ ഈ പേരുകളെല്ലാം ഉമ്മൻചാണ്ടിയുടെയും രമേശിൻ്റെയും മനസ്സിൽ മാത്രമാണ്, അല്ലെങ്കിൽ അവരോടൊപ്പം നിൽക്കുന്ന ഗ്രൂപ്പ് നേതാക്കന്മാരുടെ കയ്യിലാണ്. ഒരൊറ്റ നിയോജകമണ്ഡലത്തിൽ പോലും ഒരുപക്ഷേ 20 MLA-മാർ 21 MLA-മാരുടെ സ്ഥലത്തല്ലാതെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊന്നും ആരുടെ പേരാണ് പ്രപ്പോസ് ചെയ്യുന്നത് ഡൽഹിയിലേക്ക് എന്ന് പോലും ഇതുവരെ പ്രദേശ് സെലക്ഷൻ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല. ഒരു ജനാധിപത്യ പാർട്ടിയിൽ പ്രദേശ് സെലക്ഷൻ കമ്മിറ്റി എന്ന് പറയുന്നത് പേരുകൾ കളക്ട് ചെയ്ത് അതിൽ പാനലാക്കി ചർച്ച ചെയ്ത് അതിൽ ഒഴിവാക്കേണ്ടത് ഒഴിവാക്കി ഇങ്ങോട്ട് അയക്കാൻ വേണ്ടിയുള്ളതാണ്. ആ ഒരു പ്രോസസ്സ് നടക്കാതെയാണ് ഇപ്പോൾ സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ HK പാട്ടീൽ എന്നെ വിളിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ഈ കാര്യമൊക്കെ പറഞ്ഞു. നിങ്ങളുടെ മുൻപിലേക്ക് വന്നിട്ടുള്ള ലിസ്റ്റ് എനിക്കറിയില്ല, ഞങ്ങൾ ആരും കണ്ടിട്ടില്ല. ഞാൻ ഇലക്ഷൻ കമ്മിറ്റി മെമ്പറാണ്, ഞങ്ങൾ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു പ്രാഥമിക ചർച്ച കമ്മിറ്റിയിൽ നടന്നോ എന്ന് നിങ്ങൾ ചോദിക്കണം. അങ്ങനെ ഒരു ചർച്ച നടന്നിട്ടില്ല, അങ്ങനെ ഒരു പാനൽ ഉണ്ടാക്കിയിട്ടില്ല. കുറേ പേരുകൾ കമ്പൈൽ ചെയ്ത് ഉമ്മൻചാണ്ടിയും രമേശും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇതാണ് സ്ക്രീനിംഗ് കമ്മിറ്റി സ്ക്രീൻ ചെയ്യുന്നത്. ഇത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയൊരു അപജയം ആണിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. 2 പാർട്ടിയായി പ്രവർത്തിക്കുന്ന AICC മുതൽ താഴോട്ട് KPCC, DCC, ബ്ലോക്ക്, മണ്ഡലം വരെയുള്ള എല്ലാ ഭാരവാഹികളെയും തീരുമാനിക്കുന്നത് 2 ഗ്രൂപ്പ് നേതാക്കന്മാർ വീതം വെക്കുകയാണ്. ഐക്ക് 8, എയ്ക്ക് 9 അങ്ങനെ വീതം വെക്കുന്ന ഒരു ഏർപ്പാടല്ലാതെ മെറിറ്റ് ഒരിക്കലും ഒരു പരിഗണനയില്ല. പാർട്ടി ഭാരവാഹിത്വത്തിനോ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഞങ്ങൾ എപ്പോഴും പറയാറുള്ളത് വിന്നബിലിറ്റി പരിഗണിക്കണം, മറ്റ് പല പരിഗണനകളും വേണം എന്ന് പറയും. ഇവിടെ വിന്നബിലിറ്റി ഇല്ല. അത് എയുടെ സീറ്റാണെങ്കിൽ എ തീരുമാനിക്കും, ഐയുടെ സീറ്റാണെങ്കിൽ ഐ തീരുമാനിക്കും.
അല്ലാതെ വിന്നബിലിറ്റി എന്ന് പറയുന്നത് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇതുവരെ ചർച്ച ചെയ്തൊരു വിഷയമല്ല. ഇൻവേരിയബിളി ഈ തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിക്കുമ്പോഴും അവിടെ എയുടെ സ്ഥാനാർത്ഥികളുണ്ടാവും, ഐയുടെ സ്ഥാനാർത്ഥികളുണ്ടാവും. എയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എയുടെ നേതാക്കന്മാരും ഐയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി ഐയുടെ നേതാക്കന്മാരും പ്രവർത്തിക്കുക എന്നുള്ളതല്ലാതെ ഒരു പാർട്ടിയായി പ്രവർത്തിക്കുന്നില്ല. ശ്രീ വി എം സുധീരനും ഞാനുമൊക്കെ പലപ്പോഴും ഇവിടെ ഈ കാര്യത്തെക്കുറിച്ച് പരാതിപ്പെട്ടിട്ടുണ്ട്. ഇത് ഹൈക്കമാൻഡിന് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ നിന്ന് വളർന്ന ദേശീയ തലത്തിൽ വന്ന നേതാക്കന്മാരും ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് ഹൈക്കമാൻഡും കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഈ വേറിട്ട പ്രവർത്തനം, ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനത്തെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇരു കൂട്ടരും കൂടെ തയ്യാറാക്കി കൊണ്ടുവരുന്ന ഒരു ലിസ്റ്റിന് അംഗീകാരം കൊടുക്കുകയാണ് ഹൈക്കമാൻഡ് ചെയ്യുന്നത്. ഇതിനേക്കാൾ വലിയൊരു ജനാധിപത്യ വിരുദ്ധമായ ഒരു പ്രവർത്തനം ഒരു പാർട്ടിയിലും നടക്കാറില്ല. ഗ്രൂപ്പുകൾ എല്ലാ കാലത്തും കോൺഗ്രസ്സിലുണ്ടായിട്ടുണ്ട്. ആ ഗ്രൂപ്പുകൾ ഉള്ളപ്പോഴും രണ്ട് ഗ്രൂപ്പുകാരും തയ്യാറാക്കുന്ന പാനൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ വെച്ച് പരസ്പരം അറിഞ്ഞ് ഏത് പേരുകളാണ് ഡൽഹിയിലേക്ക് അയക്കേണ്ടതെന്ന് തീരുമാനിച്ചിട്ടാണ് അയക്കുന്നത്. ഇപ്രാവശ്യം അതുപോലും ഉണ്ടായിട്ടില്ല. നിർണായകമായൊരു തെരഞ്ഞെടുപ്പിൽ വളരെ ശക്തമായ മത്സരം ഇടതുപക്ഷ മുന്നണിയുമായി നടക്കുമ്പോൾ വിജയസാധ്യത മാനദണ്ഡമാക്കി വെച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതിന് പകരം എയും ഐയും തമ്മിൽ ഗ്രൂപ്പുകളിൽ സീറ്റുകൾ വീതിച്ചെടുക്കുന്ന നിർഭാഗ്യകരമായ ഒരു സാഹചര്യത്തിന് കോൺഗ്രസിൻ്റെ നേതൃത്വം ഹൈക്കമാൻഡ് അംഗീകാരം കൊടുക്കുന്നു എന്ന വളരെ ദയനീയമായൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇത് ഇനി അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ഞാൻ എൻ്റെ രാജി സമർപ്പിച്ചത്. വ്യക്തിപരമായ ഒരു പരാതിയുടെയും അടിസ്ഥാനത്തിലല്ല. കോൺഗ്രസിൻ്റെ പല ഉന്നതമായ സ്ഥാനങ്ങളിലും ഞാൻ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ കാലഘട്ടത്തിലും ഗ്രൂപ്പുകൾക്ക് അതീതമായി നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ ഗ്രൂപ്പുകൾക്ക് അതീതമായി നിന്ന് പ്രവർത്തിക്കുന്നവരെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് പലവട്ടം ഹൈക്കമാൻഡോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീ വി എം സുധീരനെ പ്രസിഡൻ്റാക്കിയ അവസരത്തിൽ ഏറ്റവും ഇഫക്റ്റീവായി പ്രവർത്തിച്ചൊരു പ്രസിഡൻ്റാണ് വി എം സുധീരൻ. പക്ഷേ അദ്ദേഹത്തെ ഗ്രൂപ്പുകളെല്ലാവരും കൂടി ശ്വാസം മുട്ടിച്ച് പുറത്താക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഗ്രൂപ്പുകൾക്ക് ഭാഗമായി നിൽക്കാത്ത ആർക്കും പ്രവർത്തിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കേരളത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ഗ്രൂപ്പുകാരനായി ഒരു കോൺഗ്രസ്സുകാരനായി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ്സുകാരനായിരിക്കാനാവില്ല, ഗ്രൂപ്പുകാരനായിരിക്കാനേ കഴിയൂ എന്ന ഒരു സാഹചര്യമുണ്ട്. അതിന് ഹൈക്കമാൻഡിൻ്റെ അംഗീകാരമാണ് ഉള്ളത്, ഹൈക്കമാൻഡിൻ്റെ സംരക്ഷണമാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കാൻ ഞാൻ തീരുമാനിച്ചത്. കോൺഗ്രസിൻ്റെ വലിയ ഒരു പാരമ്പര്യമാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിനുള്ളത്. അതുകൊണ്ടൊരു കോൺഗ്രസ്സുകാരനായിരിക്കുക എന്ന് പറയുന്ന എല്ലാക്കാലവും അഭിമാനമുള്ളൊരു കാര്യമാണ്. സ്ഥാനമുണ്ടെങ്കിലും സ്ഥാനമില്ലെങ്കിലും ആ ഒരു വിശ്വാസത്തോടു കൂടിയാണ് ഈ കാലം അത്രയും നിന്നത്. ഇന്നിപ്പോൾ ഒരു കോൺഗ്രസ്സുകാരനായിരിക്കുക എന്ന് പറയുന്നത് കേരളത്തിൽ അസാധ്യമാണ്. കേരളത്തിൽ ഗ്രൂപ്പുകാരനായിരിക്കുക എന്നുള്ളത് മാത്രമേ സാധിക്കൂ. അതിൻ്റെ ഉദാഹരണമാണ് ഇപ്രാവശ്യത്തെ സ്ഥാനാർത്ഥി നിർണയത്തിലും കണ്ടത്. ആ സ്ഥാനാർത്ഥി നിർണയം എങ്ങനെ വന്നിരുന്നാലും അവരത് കൈമടക്കുന്നത് ഐയുടെ ഇത്ര എയുടെ ഇത്ര എന്നായിരിക്കും. നാളെ പത്രത്തിൽ വരുന്നു അങ്ങനെ തന്നെയായിരിക്കും. ഐയുടെ സ്ഥാനാർത്ഥികൾ ഇത്ര, എയുടെ സ്ഥാനാർത്ഥികൾ ഇത്ര. അങ്ങനെ രണ്ടായി പ്രവർത്തിക്കുന്ന രണ്ട് ഗ്രൂപ്പുകളുടെ ഒരു ഏകോപന സമിതിയായി കോൺഗ്രസ് പ്രവർത്തിക്കുന്നു. ഇവിടെ വിജയസാധ്യത മാനദണ്ഡമാകുന്നില്ല, മെറിറ്റ് മാനദണ്ഡമാകുന്നില്ല, മറ്റ് സാമൂഹ്യമായ അംശങ്ങളൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. ഗ്രൂപ്പിനാണ് മുൻതൂക്കം എന്നുള്ളത് കൊണ്ട് ഇതുമായി യോജിച്ച് പോകാൻ സാധ്യമല്ല എന്ന ഒരവസ്ഥയിൽ എത്തിച്ചേരുന്നതിന് ഫലമായിട്ടാണ് ഞാനിന്ന് കോൺഗ്രസിനോട് ഇവിടെ പറയുന്നത്. ശ്രീമതി സോണിയാഗാന്ധിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്കും ഞാൻ പല സ്ഥാനങ്ങളിലും പ്രവർത്തിച്ചു. അവർ തന്ന സഹകരണത്തിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ രാജിവെച്ചിരിക്കുന്നത്. പിന്നെ ദേശീയ തലത്തിൽ കഴിഞ്ഞ 2 വർഷക്കാലമായി കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വം സജീവമല്ല. ശ്രീ രാഹുൽ ഗാന്ധി രാജിവെച്ചു. അദ്ദേഹത്തിൻ്റെ രാജി വർക്കിംഗ് കമ്മിറ്റിയിൽ, ഞാൻ വർക്കിംഗ് കമ്മിറ്റിയിൽ പങ്കെടുക്കുന്ന ആളായിരുന്നു. ആ രാജി ആരും അംഗീകരിച്ചില്ല. വർക്കിംഗ് കമ്മിറ്റി ഒറ്റക്കെട്ടായി അദ്ദേഹത്തോട് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അദ്ദേഹം പിൻവലിച്ചില്ല. കോൺഗ്രസിന് ഒരു നേതൃത്വമില്ലാതെ 1 വർഷത്തോളം പോയി. വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആരോഗ്യപരമായ കാരണങ്ങൾ ഉണ്ടായിട്ട് പോലും ശ്രീമതി സോണിയാഗാന്ധി പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായത് വേറെ ആരുമില്ല. കോൺഗ്രസ് ഹെഡ്ലെസ് ആയിട്ടാണ് 1.5 വർഷക്കാലം പോയത്. ആ സാഹചര്യത്തിൽ അനാരോഗ്യം അവഗണിച്ചുകൊണ്ട് പോലും സോണിയാഗാന്ധി പ്രസിഡൻ്റായി. പക്ഷേ എന്നിട്ടും ഒരു പുതിയ പ്രസിഡന്റിനെ കണ്ടെത്താൻ കോൺഗ്രസിന് കഴിയുന്നില്ല. കോൺഗ്രസ്സിലെ കുറേ ആളുകൾ ഒപ്പിടുകയൊക്കെ ചെയ്തു. അവരെന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഒരു ഒപ്പിടൽ പ്രസ്ഥാനം ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തിയാൽ അത് നേതൃത്വത്തെ ചോദ്യം ചെയ്യുന്നത് പോലെ വരും. ഈ അഭിപ്രായ വ്യത്യാസം പറഞ്ഞവരാരും ഇന്ന് വരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തെ ചോദ്യം ചെയ്തിട്ടില്ല. കോൺഗ്രസ് പ്രസിഡന്റിനെയോ കോൺഗ്രസിൻ്റെ ശ്രീ രാഹുൽ ഗാന്ധിയോ കോൺഗ്രസ് നേതൃത്വത്തെയോ ഇവരാരും ചോദ്യം ചെയ്തിട്ടില്ല. പക്ഷേ കോൺഗ്രസിൽ തിരഞ്ഞെടുപ്പ് വേണമെന്നും വർക്കിംഗ് കമ്മിറ്റിയെ തിരഞ്ഞെടുക്കണമെന്നും കോൺഗ്രസിൻ്റെ പ്രവർത്തനം കൃത്യമായി സിസ്റ്റമാറ്റിക്കായി ഭരണഘടനാപരമായി നടക്കണമെന്നും മാത്രമാണ് ഈ ഒപ്പിട്ട ആളുകൾ പറഞ്ഞത്.
ഒപ്പിടൽ പ്രസ്ഥാനത്തോട് യോജിച്ച ആളല്ല ഞാൻ. എങ്കിലും അവർ പറഞ്ഞ കാര്യങ്ങളോട് പാർട്ടി നേതൃത്വം മുഖം തിരിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കോൺഗ്രസിനെ ഒറ്റപ്പെടുത്താൻ, കോൺഗ്രസിനെ ഉന്മൂലനം ചെയ്യാനുള്ള BJPയുടെ ശ്രമങ്ങളെ നേരിടാൻ കോൺഗ്രസിന് കഴിയാതെ പോകുന്നത് BJPയുടെ ശക്തി കൊണ്ടല്ല, കോൺഗ്രസിൻ്റെ തന്നെ ദൗർബല്യം കൊണ്ടാണ്. കോൺഗ്രസിനെ ഒരു ശക്തിയായി മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു നേതൃത്വമില്ലാതെ പോകുന്നു എന്നത് വളരെ നിർഭാഗ്യകരമായൊരു സാഹചര്യമാണ്. ഇക്കാര്യങ്ങളൊക്കെ നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ എൻ്റേതായ എളിയ നിലയിൽ ഞാൻ എല്ലാ കാലവും ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ഡൽഹിയുടെ ചുമതലക്കാരനായിരുന്നപ്പോഴും മറ്റ് സ്ഥാനങ്ങൾ വഹിച്ചപ്പോഴും എല്ലാം ഞാനിത് ശ്രമിച്ചിട്ടുണ്ട്. അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാവുന്നില്ല. കോൺഗ്രസ് ഓരോ ദിവസവും അത് സ്വയം കൃതാനർത്ഥം കൊണ്ട് ദുർബലമായിക്കൊണ്ടിരിക്കുന്നു എന്ന നിർഭാഗ്യകരമായൊരു സാഹചര്യമാണെന്നുള്ളത്. ഈ സാഹചര്യങ്ങളോടുള്ള ഒരു പ്രതിഷേധമാണ് എൻ്റെ രാജി. ഏതായിരുന്നാലും അത് നേതൃത്വത്തിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ പര്യാപ്തമാകുമെങ്കിൽ എനിക്കതിൽ ചരിതാർത്ഥതയുണ്ട്. ഞാൻ ഏതായിരുന്നാലും ആ കാര്യം നിങ്ങളെയൊക്കെ അറിയിക്കാൻ വേണ്ടിയാണ് കാണണം എന്നാഗ്രഹിച്ചത്. പൊതുജീവിതത്തിൽ ഏതാണ്ട് അരനൂറ്റാണ്ടോളം കഴിഞ്ഞ് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് ഞാൻ കോൺഗ്രസിലേക്ക് വന്നത്. എല്ലാ കാലങ്ങളിലും മാധ്യമങ്ങൾ തന്നിട്ടുള്ള നിർലോഭമായ പിന്തുണയ്ക്കാൻ നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുന്നു. ഏതായിരുന്നാലും വളരെ നിർണായകമായ ഒരു തീരുമാനമെടുത്തപ്പോൾ അത് ആദ്യം നിങ്ങളെ അറിയിക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ വേണ്ട മതി, കോൾ ഇറ്റ് എ ഡേ എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ട് അതാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. അങ്ങനൊന്നുമില്ല. ഭാവിയെക്കുറിച്ച് വലിയ ഒരു തീരുമാനങ്ങൾ, ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലെടുത്തൊരു തീരുമാനമല്ലിത്. ഈ തീരുമാനം ഞാൻ നിൽക്കുന്ന പാർട്ടിയെ നന്നാക്കാൻ കഴിയുമോ എന്നുള്ള എൻ്റെ എല്ലാ പരിശ്രമങ്ങളും പരാജയപ്പെട്ടത് കൊണ്ടാണ്. അല്ല, നാളെ ഞാൻ എങ്ങോട്ട് പോകുമെന്ന് ആലോചിച്ചിട്ടല്ല, രാഷ്ട്രീയത്തിലേക്ക് വന്നതുപോലും മുൻകൂട്ടി തീരുമാനിച്ചിട്ടോ ആലോചിച്ചിട്ടോ ഒന്നുമല്ല. അതുകൊണ്ട് നാളെ എന്തെന്നുള്ളൊരു പ്രശ്നം എൻ്റെ മുമ്പിലില്ല. ഞാൻ നിൽക്കുന്ന പാർട്ടിയിൽ എനിക്കെന്തെങ്കിലും സംഭാവന ചെയ്യാൻ കഴിയുമോ, ഈ പാർട്ടിയുടെ തെറ്റുകളെ തിരുത്താൻ കഴിയുമോ, അപജയങ്ങളെ തിരുത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അത് കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടത് കൊണ്ട് എനിക്കിത് ചെയ്യാൻ കഴിയും. അതൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ആ അഭ്യൂഹങ്ങളൊന്നും ആരും പറയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാ കാലത്തും ഒരു പ്രിൻസിപ്പിൾഡ് പൊളിറ്റിക്സിൽ വിശ്വസിച്ച് നിന്ന ഒരാളാണ് ഞാൻ. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുമായി ധാരണയുണ്ടാക്കാൻ മുൻകൈ എടുത്തൊരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. ശ്രീ AK ആൻ്റണിയും ഞാനും കൂടിയാണ് 1980 EMS നമ്പൂതിരിപ്പാടിനെ കണ്ടതും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും കോൺഗ്രസും കൂടെ യോജിച്ച് പ്രവർത്തിക്കേണ്ടതാണെന്ന് തീരുമാനിച്ചു. കോൺഗ്രസിൽ ഒരുപാട് എതിർപ്പുണ്ടായിരുന്നു. നമ്പൂതിരിപ്പാടുമായി കണ്ട് സംസാരിച്ച് ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ 2 പേര് ശ്രീ ആൻ്റണിയും ഞാനുമായിരുന്നു. പിൽക്കാലത്ത് ആൻ്റണിയും കൂട്ടരും ഇടതുപക്ഷ മുന്നണിയോട് വലിയ മതിയായ കാരണങ്ങളൊന്നുമില്ലാതെ യാത്ര പറഞ്ഞപ്പോഴും ഞാൻ പോയില്ല. ഞാൻ എടുത്തൊരു നിലപാടിൽ ഞാൻ ഉറച്ചു നിന്നു. പിന്നെ വളരെ കാലത്തിന് ശേഷം, ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം രാജീവ് ഗാന്ധി പഴയ കോൺഗ്രസ്സുകാരെല്ലാം യോജിക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് ശ്രീ ശരത് പവാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ പാർട്ടി ദേശീയ തലത്തിൽ ഒരു തീരുമാനമെടുത്ത് ഞങ്ങൾ കോൺഗ്രസ്സിലേക്ക് വന്നത്. നിർഭാഗ്യവശാൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഉയരാനോ പ്രവർത്തിക്കാനോ ജനാധിപത്യപരമായൊരു പ്രവർത്തന ശൈലി പുലർത്താനോ കോൺഗ്രസ്സിന് കഴിയുന്നില്ല. ഞാനെന്നും അഭിപ്രായങ്ങൾ ആപേക്ഷികമാണെങ്കിൽ പോലും ഒരു പ്രിൻസിപ്പിൾഡ് പൊസിഷൻ രാഷ്ട്രീയത്തിലെടുക്കണമെന്ന് നിർബന്ധമുള്ള ഒരാളാണ്. അങ്ങനെ തന്നെ ഒരു നിലപാടാണ് ഞാൻ എടുത്തിരുന്നത്. ലാഭനഷ്ടങ്ങൾ നോക്കിയോ വേറെ ഏതെങ്കിലും ഒരു പാർട്ടി കൂടുതൽ ആകർഷകമാണെന്ന് കരുതിയോ അല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാൻ കഴിയുമെന്ന് കരുതിയോ ഒന്നുമല്ല. നാളെ എന്തെങ്കിലും ഉണ്ടാവണം, നാളെ എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടാകണം എന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ദീർഘകാലം പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു അപജയം, അത് എന്നെ വളരെ നിരാശനാക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു തീരുമാനം എടുത്തത്. എന്താണ് ഇപ്പൊ രാഷ്ട്രീയം മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാതെ വ്യക്തി ജീവിതത്തിലേക്ക് മടങ്ങും, അങ്ങനെ എന്തെങ്കിലും ആണോ? In fact, I am submitting my resignation from the Congress party. I have sent my resignation letter to Congress President and to Sri Rahul Gandhi. In fact, this decision, I have been deliberating on this in my mind for the last many days. Because I come from Kerala. Kerala, there is no Congress party as such. There are 2 parties. One party is Congress I, one party is Congress A. It is a coordination committee of 2 parties that is functioning as the KPCC. So this groupism is the biggest bane of the Congress party in Kerala. Kerala is facing a very crucial election, and this election people want the Congress to come back. But what is the stumbling block is the groupism which is being practiced by the top leaders of the Congress party.
I have been continuously arguing with the High Command that this should be put an end to this groupism in the state. But unfortunately, the High Command is also agreeing for the proposal given by both the groups. Both the groups, they sit at some private place and they divide the seat. Congress is contesting 90 seats. 90 seats are divided between I and A. I seats are filled up by I group, A seats are filled up by A group. They make a panel and bring here. That panel was not placed in the election committee. I am a member of the election committee. Election committee met twice. In that committee, this panel of names were not presented. Election committee means first they have to go through the panel. All the names, those who are desirous of contesting, their name should be made into a panel and that should be placed in the committee. That was not done. And higher constituency. That means these are only handled by the group leaders and not by the party or party's committee. So this is a situation which there may be a groupism in other states also. But this kind of a groupism, that two separate parties under one roof, that is the Congress in Kerala, this I do not think that this is happening or prevailing in other states. This is a very, very disturbing and disappointing situation. I tried my best to, invite the attention of the Congress High Command and their intervention, but I am not successful. Even though I have a very close contact with the High Command and all that, I am not able to succeed in my effort. So I find that there is no point in continuing. Congress is a great tradition. Being a congressman is a prestigious thing. But today in Kerala, nobody can be a congressman. One can be I group or one can be A group. Nobody can be a Congress. That is the situation in Kerala. So I decided to call it a day because this is not what we want. When 50 years back, when we all joined the student movement, youth movement and Congress, we thought that the great tradition of the Congress we can inherit. Today we cannot do that. We can be either this group or that group. So I decided that the High Command is also a mute witness to this disastrous situation. And there is no remedy, so there is no other way other than submitting the resignation. So you have taken a principled stand against BJP earlier. So do you think that your action now will help BJP, or and you say that Congress is not functioning properly? So to defeat BJP, will you support the left? No, in fact, BJP is not going to make any gain in Kerala. That is my assessment. We all know that in the last 70 years, they have only one seat. One seat may become 2 seats. But that is nothing. Kerala, BJP is no factor. Even though they are spending money like anything, Prime Minister, Home Minister, everybody is there every day. But whatever it is, they cannot make it. The mindset of the Kerala people are not in favor of BJP. A communal party, Kerala people are not going to accept. So BJP is no political factor there. In Kerala, left parties and the Congress. Unfortunately, we are fighting each other. We are the parties who should be together. In fact, when Rahul Gandhi decided to fight from Kerala, I went to Rahul Gandhi ji and I requested him, sir, is this the right decision? Because left parties probably are the friends of Congress. When Indira ji was there, Rajiv ji was there, left parties were always supporting Congress because our fight is against the BJP. When we are fighting against the BJP, but the situation is such that in Bengal and in Kerala, we were the main enemies fighting each other. It so happened, that is history. But I do not think that essentially, ideologically, we are enemies. I do not think so. But we are fighting as political enemies, so that fight will continue. And wherever it is possible to cooperate, we have to cooperate. 50 years back, Mr. A.K. Antony and myself, with all our differences, we went to Mr. E.M.S. Namboodiripad when he was there. We suggested that we must have a democratic and left alliance. That is how we made the alliance. We fought together, we contested, we won, and I was a minister in that government under Mr. Nayanar. And when Mr. Antony withdrew, there was no sufficient reason. So I remained in that. Then after that, after Indira Gandhi, after Rajiv Gandhi became the leader, he suggested that all the erstwhile Congress people come together. That was the occasion when we all came back to the Congress party. But unfortunately today this dithering is happening and that is the position. So I have no future plans. I have no affinity to any political party other than Congress. My association with the Congress, I am, today I am resigning
and it's over. But no. Today, in fact, Mr. Patil, the chairman of the screening committee, called me for a breakfast. I was with him for breakfast. He asked me, what is your suggestion? I said, I don't want to make any suggestion. Because there was, as per some norms, if you decide, I will be happy. Because 50% should be youth, 20% should be women. Those who contested 5 times should not contest again. These are all the common norms acceptable to everybody. If you stick on to these norms, that is good. I will not say a word about any single candidate because I do not know which candidate Ramesh is supporting, which candidate Ummanchandi is supporting. There is no list there. No. ഞാൻ വളരെ നേരത്തെ തന്നെ ഞാൻ KPCC എക്സിക്യൂട്ടീവിൽ ഞാൻ ആ ഇഷ്യൂ റൈസ് ചെയ്തു. അത് ശ്രീ സുധീരൻ അതിനെ സപ്പോർട്ട് ചെയ്തു. ഞാൻ 1980 ജയിച്ച് മന്ത്രിയായ ആളാണ്. ഞാൻ മന്ത്രിയായ സമയത്ത് ജനിച്ച ആളുകളാണ് ഇന്ന് സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു ചേഞ്ച് ഓഫ് ഫേസ് വേണമെങ്കിൽ ഞങ്ങളൊക്കെ മാറണ്ടേ? അതുകൊണ്ട് ഞാൻ അടക്കം അന്ന് മുതൽ മത്സരിക്കുന്ന എല്ലാവരും മാറണം എന്നൊരു നിർദ്ദേശം കമ്മിറ്റിയിൽ വെച്ചത്, ഇപ്രാവശ്യത്തെ കമ്മിറ്റിയിൽ വെച്ചത് ഞങ്ങൾ തന്നെയാണ്. ഞാൻ അന്ന് തന്നെ ശ്രീ മുല്ലപ്പള്ളിയോട് പറഞ്ഞു, നിങ്ങൾ മത്സരിക്കുന്നു എന്ന് പറഞ്ഞ് പത്രത്തിൽ വാർത്ത വരുന്നുണ്ട്, നിങ്ങളത് നിഷേധിക്കണം. കാരണം KPCC പ്രസിഡന്റ് എന്ന് പറയുന്നൊരു വലിയ സ്ഥാനമാണ്. അതുകൊണ്ട് ആ KPCC പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാകാൻ പോകുന്നു എന്ന് പറയുമ്പോൾ സ്ഥാനാർത്ഥിയാകാനുള്ള ഓട്ടം മാത്രമാണ് കോൺഗ്രസ്സിലെന്ന് കരുതരുത് എന്ന് ഞാൻ തന്നെ പറഞ്ഞാണ്. അപ്പോൾ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ആഗ്രഹമോ മോഹമോ താല്പര്യമോ ആരെങ്കിലും സ്ഥാനാർത്ഥി ആക്കണം എന്നുള്ള അഭിപ്രായമോ എനിക്കില്ല. അതുണ്ടായിരുന്നില്ല, ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടുമില്ല. നാളെ എന്ത് എന്നുള്ള ഒരു ആലോചനയുടെ അടിസ്ഥാനത്തിലെടുത്ത തീരുമാനമല്ല. ഈ തീരുമാനം എടുക്കാനിടയായ സാഹചര്യങ്ങളാണ് ഞാൻ വിശദീകരിച്ചത്. ബീയിങ് എ പൊളിറ്റിക്കൽ പേഴ്സൺ, naturally I will be interested in the political developments. Beyond that, I may not have any attachment with any political party. Pardon me? യാക്കോബായ സഭയുമായും അടക്കമൊക്കെയുള്ള ചർച്ചകൾ നടത്തിയിരുന്നു എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ സഭയുമായിട്ട് എനിക്കതുമായിട്ടൊന്നും ബന്ധമില്ല. ഞാനിത്തരം എല്ലാവരും ജനിക്കുന്ന ഏതെങ്കിലും സമുദായത്തിലോ മതത്തിലോ ഒക്കെ ആയിരിക്കും. പക്ഷെങ്കിൽ എനിക്ക് അത്തരം യാക്കോബായ സഭയുടെ തീരുമാനങ്ങളുമായിട്ടൊന്നും ബന്ധമില്ല. ഞാനതിൻ്റെ കമ്മിറ്റിയോ മെമ്പറോ ഒന്നുമല്ല. അവരുടെ തീരുമാനത്തെക്കുറിച്ച് എനിക്ക് അറിയത്തുമില്ല. അവർ ഇന്ന് പത്രത്തിൽ വായിച്ച വാർത്തകൾ മാത്രമേ ഉള്ളൂ. അതിൽ എന്താണ് അവരുടെ ആലോചന എന്നുള്ളത് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായോ ഏതെങ്കിലും ഒരു സാമുദായിക സംഘടനകളുമായിട്ടോ ഒന്നും ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു തീരുമാനമല്ല ഇത്. NCP നേതാവ് ശരത് പവാറുമായി താങ്കൾക്ക് വളരെ നല്ല വ്യക്തിബന്ധമുള്ള ഒരാളാണ്. താങ്കൾ നേരത്തെ തന്നെ പറഞ്ഞു, താങ്കൾ ആന്റണിയുടെ കൂടെ ഇടതുപക്ഷത്ത് പോയപ്പോൾ തിരിച്ചു വരുന്നതിൽ അന്ന് കമ്പിടിച്ച നേതാവാണ്, ദേശീയ നേതാവാണ് ശരത് പവാർ. അപ്പോൾ അത്രയും കാലത്തെ ബന്ധം താങ്കൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ NCPയിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. അതുകൊണ്ട് താങ്കൾ എന്താണ്? ഞാൻ നേരത്തെ നിഷേധിച്ചിരുന്നുണ്ടോ? NCPയിലേക്ക് പോകുകയാണ്, NCP റൂട്ട് ആണ്, അതുവഴി ഇടതുപക്ഷത്തേക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ചില വാർത്തകളൊക്കെ വന്നിരുന്നു. ആ വാർത്തകൾ ഞാൻ അന്ന് തന്നെ നിഷേധിച്ചിരുന്നു. ശ്രീ ശരത് പവാർ പാർട്ടിയിൽ ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിച്ചു. സോണിയാഗാന്ധിയുടെ സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള ചർച്ചകൾ നടന്ന അവസരത്തിൽ ശരത് പവാർ പാർട്ടി വിടുന്ന അവസരത്തിൽ ഞാൻ അന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് ഈ വിഷയത്തിൽ നമുക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. കോൺഗ്രസ്സിനകത്ത് പലരും പല കാലാകാലങ്ങളിൽ പ്രസിഡന്റുമാരായിട്ടുണ്ട്. AO ഹ്യൂം മുതൽ ഇങ്ങോട്ട് പല ആളുകളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ദേശീയതയോ അല്ലെ അവരുടെ സിറ്റിസൺഷിപ്പോ ഒന്നും അല്ല നമുക്ക് വിവാദമാക്കേണ്ടത്. കോൺഗ്രസിൻ്റെ ഐഡിയോളജി ഉൾക്കൊള്ളുന്നവർ ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതാണ്. ശ്രീ പവാറുമായിട്ട് യോജിച്ചില്ല, ഞാൻ ആ പാർട്ടിയിലേക്ക് പോയില്ല. പക്ഷെങ്കിൽ ശ്രീ പവാറിന് അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം ഉണ്ടായിരുന്നു, എനിക്ക് എൻ്റെതായ അഭിപ്രായം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചു നിന്നില്ല, ഞങ്ങൾ പരസ്പരം മത്സരിച്ചു. ഞാൻ വേറൊരു മുന്നണിയിൽ, അവർ വേറൊരു മുന്നണിയിൽ, അവരുടെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി, ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി. അത് എത്രയോ വർഷങ്ങളായി നടക്കുന്നു. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള വ്യക്തിപരമായ സ്നേഹബന്ധം മാത്രമേ ഉള്ളൂ. ആ വ്യക്തിപരമായ സ്നേഹബന്ധം പലരും ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അതിനൊരടിസ്ഥാനമില്ല. കുടുംബാധിപത്യം എന്ന് പറയുന്നത് ആ ടാഗ് സ്യൂട്ടബിൾ ആകുന്ന ഒരുപാട് പാർട്ടികൾ ഇന്ത്യയിലുണ്ട്. കോൺഗ്രസ് മാത്രമൊന്നുമല്ല. കോൺഗ്രസ്സിലെ സംബന്ധിച്ചിടത്തോളം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഒക്കെ പാർട്ടിക്ക് അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. അതിനെക്കുറിച്ചൊക്കെ പറയുന്ന ആളുകൾക്കൊന്നും ഒരു സാക്രിഫൈസ് ഉള്ളവരല്ല. അതുകൊണ്ട് ആ സ്ലോഗനൊക്കെ വെറുതെ കോൺഗ്രസിനെ ചെറുതാക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഇന്ദിരാഗാന്ധി രക്തസാക്ഷിയായതും
രാജീവ് ഗാന്ധി രക്തസാക്ഷി ആയതുമൊക്കെ ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ പേരിലാണല്ലോ. അതുകൊണ്ട് അവരുടെ സംഭാവനകളെ ചെറുതാക്കി കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ കുടുംബാധിപത്യം എന്ന് പറയുന്നത്. പല പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്നത്തെ ഭരണകക്ഷിയുടെ നേതാക്കന്മാർ നോക്കിയാൽ നമുക്കറിയാം, പല ആളുകളും ഇന്ന് മക്കളെ കൂട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാകൊണ്ട് അതിലൊന്നും വലിയ കഥയൊന്നും തോന്നില്ല. ഒരു പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം, ഒരു പാർട്ടിയുടെ പരിപാടികൾ, അതിനപ്പുറത്ത് വ്യക്തിപരമായി ഇത്തരത്തിലുള്ള പരാമർശനങ്ങളൊക്കെ വളരെ സൂപ്പർ ഫ്ലൂസ് ആണ്. താങ്കൾ ഈ സ്ഥാനാർത്ഥി നിർണയത്തിൽ വിജയസാധ്യതയെക്കുറിച്ച് പറഞ്ഞു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് മാറി ചാലക്കുടിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചതിലൂടെ അന്ന് 2 സീറ്റുകൾ കോൺഗ്രസ് നഷ്ടപ്പെടുന്നത് അതിന് കാരണക്കാരൻ താങ്കളായിരുന്നു. അപ്പോൾ ആ വിജയസാധ്യതയെക്കുറിച്ച് പറഞ്ഞതിൽ എന്താണ് അർത്ഥം? അല്ലല്ല, എനിക്ക് വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. ഞാൻ 10,000 വോട്ടിന് തോറ്റപ്പോൾ എനിക്ക് വിജയസാധ്യത ഇല്ലാത്ത സ്ഥാനാർത്ഥിയാണെന്നുള്ളതിൻ്റെ അർത്ഥം. അതിന് തൊട്ട് മുമ്പ് ഞാൻ ചാലക്കുടിയുടെ പേര് മുകുന്ദപുരം എന്നായിരുന്നു. ഞാൻ അവിടുത്തെ MP ആയിരുന്നു. ഞാൻ എങ്ങനെയാണ് മുകുന്ദപുരത്തു നിന്ന് മാറിയത് എന്ന് പലരും മറന്നു പോവുകയാണ്. വളരെ ഷോർട്ടാണ്. ഞാൻ തൃശ്ശൂർ MP ആയിരുന്നു. അവിടുന്ന് തൃശ്ശൂരിൽ നിന്ന് എന്നെ മാറ്റി മുകുന്ദപുരത്തേക്ക് കൊണ്ടുവന്നു. മുകുന്ദപുരത്തിൻ്റെ പേരാണ് അന്ന് ചാലക്കുടി എന്ന് മാറുന്നത്. ആ മുകുന്ദപുരത്ത് നിന്ന് എൻ്റെ അനുവാദമോ സമ്മതമോ ആഗ്രഹമോ ഇല്ലാതെ അവിടെ നിന്ന് ഇടുക്കിയിലേക്ക് മാറ്റി. ഞാൻ തൃശ്ശൂരിൽ നിന്ന് മുകുന്ദപുരത്ത് വന്ന് ജയിച്ചു. മുകുന്ദപുരത്ത് നിന്ന് ഇടുക്കിയിൽ പോയി ജയിച്ചു. അതുകൊണ്ട് വിജയസാധ്യതയില്ലാത്തൊരു സ്ഥാനാർത്ഥി ആയിരുന്നില്ല ഞാൻ ഒരിക്കലും. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ആരെങ്കിലും അങ്ങനെ പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. ഞാൻ തിരിച്ച് ചാലക്കുടിയിലേക്ക് വന്നത് തന്നെ ഞാൻ അതിനു മുമ്പ് ചാലക്കുടിയിലെ സ്ഥാനാർത്ഥി ആയിരുന്നതുകൊണ്ട് തന്നെയാണ്. അത് പലരും പരാജയപ്പെടുകയും ജയിക്കുകയും ചെയ്യുന്നത് ആ ഒരൊറ്റ കാര്യം മാത്രമല്ലല്ലോ. എനിക്ക് വെറും 10,000 വോട്ടിൻ്റെ വ്യത്യാസത്തിനാണ് ഞാൻ ഇവിടെ തോറ്റത്. അത് കഴിഞ്ഞ പ്രാവശ്യം സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചു. ഞാൻ ഗ്രൂപ്പിൻ്റെ ആളല്ല, ഗ്രൂപ്പിൻ്റെ സംരക്ഷണം ഉണ്ടായില്ല. തോറ്റവരൊക്കെ മത്സരിച്ചു. എന്നേക്കാൾ ഇരട്ടിയോ 3 ഇരട്ടിയോ വോട്ടിന് തോറ്റവരും മത്സരിച്ചു. അന്ന് ഞാൻ സ്ഥാനാർത്ഥിയായില്ല. പക്ഷേ സ്വന്തം സ്ഥാനാർത്ഥിത്വം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പേരിൽ ഞാൻ ഒരിക്കലും പണം കിട്ടില്ല. അതിൻ്റെ പേരിൽ ഞാൻ ഒരു പരിഭവം പറഞ്ഞിട്ടില്ല. സ്ഥാനാർത്ഥി അല്ലാതായി കഴിഞ്ഞിടുന്നതിന് ശേഷവും ഇവിടെ വന്നു. അവർ ഡൽഹിയുടെ ചുമതല തന്നു. ഞാനിവിടെ MP അല്ലാതിരുന്നിട്ട് പോലും 4 വർഷം ഡൽഹിയിൽ താമസിച്ച് എന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്തു. അപ്പം ഞാൻ അതിലൊന്നും ഒരു പരിഭവം പറഞ്ഞു മാറി നിന്നിട്ട്. കോൺഗ്രസ് ഗ്രൂപ്പ് ഇന്നും ഇന്നലെ പറഞ്ഞത് പണ്ട് മുതലുള്ള ഗ്രൂപ്പ് താങ്കൾക്ക് മന്ത്രിസ്ഥാനം, രാജ്യസഭാംഗത്വം, MLA എല്ലാ പദവികളും നൽകിയ പാർട്ടിയാണ്. ഇപ്പോൾ ഇത് വിടാനുള്ളൊരു ടൈമിംഗ് എന്താണ്? ഒരു കോൺഗ്രസ്സുകാരനെ സംബന്ധിച്ച് എല്ലാ പദവികളും താങ്കൾക്ക് കിട്ടുകയും താങ്കൾക്ക് പലപ്പോഴും മണ്ഡലങ്ങൾ മാറുകയും എല്ലാം ചെയ്തതാണ്. ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ ഉള്ളതാണ്. ഇപ്പോൾ ഇതിൻ്റെ ടൈമിംഗ് എന്തുകൊണ്ടാണ് ഇപ്പോൾ വിടാനുള്ളത്? 2 കാര്യമാണ് താങ്കൾ പറഞ്ഞ. ഒന്ന്, എനിക്ക് കിട്ടിയിട്ടുള്ള സ്ഥാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മറ്റൊരാളിൻ്റെ ഒരു അർഹതയെ അവഗണിച്ചുകൊണ്ട് എനിക്ക് തന്നിട്ടുള്ളതോ, എനിക്ക് സ്ഥാനം തന്നതിൻ്റെ പേരിൽ ഈ പാർട്ടിയിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധം ഉണ്ടാകുകയോ ഏതെങ്കിലും ഒരു കാലത്തുണ്ടായിട്ടില്ല. ഞാൻ അസംബ്ലിയിൽ മത്സരിച്ചപ്പോഴും മന്ത്രിയായപ്പോഴും അതല്ലെങ്കിൽ ഞാൻ രാജ്യസഭയിലായിട്ടില്ല. താങ്കൾ പറഞ്ഞത് ലോക്സഭയായിരിക്കാം. ലോക്സഭയിൽ വന്നിട്ടുള്ളപ്പോഴൊക്കെ അത് അർഹതയുള്ള ഒരാൾക്ക് കൊടുത്തു എന്നുള്ളൊരു ഒരു വിലയിരുത്തലാണ് കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നത്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒരു കുഞ്ഞിൻ്റെ പോലും ഒരു പ്രസ്താവന ഇന്നയാളെ ആക്കി ശരിയായില്ല എന്ന് വരെ വന്നിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഗ്രൂപ്പ് പണ്ടുണ്ടായിരുന്നു. പണ്ടത്തെ ഗ്രൂപ്പല്ല ഇപ്പോൾ. കരുണാകരനും ആൻ്റണിയും 2 ഗ്രൂപ്പായിരുന്നു. അവർ പോയി കഴിഞ്ഞപ്പോൾ ആ ഗ്രൂപ്പ് ഇൻഹെറിറ്റ് ചെയ്തത് ഒന്ന് ഉമ്മൻചാണ്ടിയും ഒന്ന് രമേശും ഇൻഹെറിറ്റ് ചെയ്തു. അന്ന് പാർട്ടി ഒന്നിച്ചിരുന്ന് ആലോചിക്കുമായിരുന്നു. കരുണാകരനും ആൻ്റണിയും ഉള്ള കോൺഗ്രസ് 2 ശക്തമായ ഗ്രൂപ്പാണെങ്കിലും തൃശ്ശൂരിൽ കരുണാകരൻ മത്സരിക്കുന്ന സീറ്റിൽ വേറെ കാൻഡിഡേറ്റ് ഉണ്ടോ എന്ന് അന്ന് ഞങ്ങൾ ആലോചിക്കുമായിരുന്നു. ഇന്നിപ്പോൾ അങ്ങനെയല്ല. ഇന്ന് ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ രമേശിൻ്റെ വീട്ടിലിരുന്നിട്ട് അവർ വീതം വെച്ചിട്ടുള്ള എയുടെ സീറ്റിൽ രമേശ് തീരുമാനിക്കും, ഐയുടെ സീറ്റിൽ അവർ തീരുമാനിക്കും. കരുണാകരനും ആൻ്റണിയും കൊണ്ട് നടന്ന ഗ്രൂപ്പല്ല ഇന്ന് കേരളത്തിലുള്ളത്. ഇന്നത്തെ കേരളത്തിലെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ ചോദിച്ച പോലെ അന്ന് എതിർക്കാത്തവർ എന്തുകൊണ്ട് ഇന്ന് എതിർക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ഗ്രൂപ്പല്ല ഇന്നത്തെ ഗ്രൂപ്പ്. ഈ രാജിവെക്കുന്നതിന് മുമ്പ് സംസ്ഥാന നേതാക്കൾ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, KPCC പ്രസിഡന്റ് തുടങ്ങിയവരുമായി ഒരു ആശയവിനിമയം ഇതിനു മുമ്പ് നടത്തിയിരുന്നു ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്? ഇല്ല, ഞാനിതൊരു ബാർഗെയിനിങ് പോയിൻ്റ് ആകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. പല ആളുകളും രാജിവെക്കുമെന്ന് പറഞ്ഞിട്ട് അവരെ കാണാൻ ആളുകൾ ഓടി വരിക, സംസാരിക്കുക, എന്തെങ്കിലും ഓഫർ ചെയ്യുക, അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിച്ചില്ല. എൻ്റെ മനസ്സാക്ഷിയുടെ ഒരു തീരുമാനമാണ്. ഞാൻ ഇവരോട് ആരോടും പറഞ്ഞില്ല. ഞാൻ ഇന്ന് ഞാൻ ഇന്നിപ്പം തീരുമാനമെടുത്തു കഴിഞ്ഞപ്പം ഞാൻ വളരെ അടുത്ത് ഇടപഴകിയിട്ടുള്ള ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. ഞാൻ അദ്ദേഹത്തിന് ഒരു മെസ്സേജ് കൊടുത്തു. അദ്ദേഹം എനിക്കൊരു മറുപടി തന്നു. ഈസ് ഇറ്റ് അബ്സല്യൂട്ട്ലി നെസസറി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പുള്ളിക്കൊരു താങ്ക്സ് പറഞ്ഞൊരു മെസ്സേജ് കൊടുത്തു. ഞാൻ ഒരു കാരണവശാലും ഇതാരോടെങ്കിലും പറഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ രാജിവെക്കും എന്ന് പറഞ്ഞിട്ട് അവരോടി വന്ന് പിന്നെ ഒരു സമ്മർദ്ദം ചെലുത്തുക, അതുകൊണ്ട് അങ്ങനൊന്നും ഉണ്ടാവരുതെന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണുന്ന ഒരു 10 മിനിറ്റ് മുമ്പാണ് ഈ രാജിക്കത്ത് സോണിയാഗാന്ധി. ദില്ലിയിൽ നിന്ന് പോകുമ്പോൾ, സംസ്ഥാനത്തേക്ക് പോകുമ്പോൾ ഒരു പക്ഷേ ആ പാർട്ടി ചുമതലകളിലൊക്കെ തന്നെ ഒരു നിർണായക പങ്ക് കിട്ടുമെന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അതൊന്നും ഒരു നിരാശ ഇല്ല. എനിക്ക് കേരളത്തിലെ എല്ലാ പൊസിഷനും ഞാൻ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അവിടെ ചെന്നിട്ട്
കേരളത്തിലെ കോൺഗ്രസിൻ്റെ എല്ലാ കമ്മിറ്റികളിലും ഞാൻ അംഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു നിരാശ എനിക്കില്ല. പക്ഷേ ഈ കമ്മിറ്റികളെല്ലാം ഫോർ നെയിം സേക്ക് കൂടുന്നതല്ലാതെ കളക്റ്റീവായിട്ടുള്ള ഒരു ഡിസ്കഷനും അതിൻ്റെ അടിസ്ഥാനത്തിലൊരു തീരുമാനവും ഇല്ല. ഇപ്പോൾ പാർട്ടിയുടെ പുനഃസംഘടനയാണ് ഈ കാലം അത്രയും നടന്നത്, കഴിഞ്ഞ 1.5-2 കൊല്ലക്കാലം. അതെന്താ നടക്കുന്നത്? ഇത്ര സീറ്റ് ഐക്ക്, ഇത്ര സീറ്റ് ഐക്ക്. ഈ ഐ പ്രപ്പോസ് ചെയ്യുന്ന ആളുകൾ അതിന് കൊള്ളാവുന്നവരാണോ? എ പ്രപ്പോസ് ചെയ്യുന്നവർ അവർ കൊള്ളാവുന്നവരാണോ? ദാറ്റ് ക്വസ്റ്റ്യൻ ഈസ് നോട്ട് ദെയർ. Merit is never considered as a criteria for making anybody an office bearer or a candidate. It is up to the likes and dislikes of the group leaders. Their choice is the party's decision. ഇത്തവണ പല സർവേകളിലും LDF സർക്കാരിന്റെ ഒരു തുടർഭരണം പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെ ഒരു എഫക്ട് ഇത്തവണ ഉണ്ടാവുമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് താങ്കളുടെ അഭിപ്രായം? സർവേകളിൽ പറഞ്ഞിരിക്കുന്നത് വളരെ നാരോ ഡിഫറൻസ് അല്ലേ? സർവേകളിൽ പറഞ്ഞിരിക്കുന്നത് 1% ഡിഫറൻസ് അല്ലേ ഉള്ളൂ. ഇപ്പോൾ കോൺഗ്രസിന് 40 സീറ്റ് അല്ല, റൂളിംഗ് പാർട്ടിക്ക് കോൺഗ്രസിന് 22 സീറ്റേ ഉള്ളൂ. കോൺഗ്രസ് മൊത്തത്തിലെ പ്രതിപക്ഷം 44, അവർ 95. അവിടെ നിന്ന് താഴോട്ട് വരും ഇടതുപക്ഷ മുന്നണി എന്നാണ് ഈ സർവേകളെല്ലാം പറയുന്നത്. സർവേകൾ പറയുന്നത് അവർക്ക് 80 കിട്ടും, ഇവിടെ 60 കിട്ടുമെന്നാണ്, അല്ലെങ്കിൽ അവർക്ക് 85 കിട്ടും, ഇവിടെ 55 കിട്ടുമെന്നാണ്. അപ്പം ഐക്യജനാധിപത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിക്കുമെന്നാണ് സർവേ പറയുന്നത്. അല്ല നിലവിൽ പുറകോട്ട് പോകുന്നല്ല, വർദ്ധിക്കുന്ന എത്രോളം എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ കണക്കിനകത്ത് 0.5% ഡിഫറൻസ് വന്നാൽ ഈ ഫിഗർ മാറിയില്ലേ? 0.5% ഡിഫറൻസ് വന്നു. ഇപ്പൊ അങ്ങ് രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇപ്പം NCP സംസ്ഥാന ഘടകം അങ്ങ് സ്വാഗതം ചെയ്തു. അങ്ങേക്ക് പ്രവർത്തിക്കാൻ പറ്റിയ പാർട്ടിയാണ് NCP എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പീതാംബരം മാഷി പ്രതികരിച്ചിരിക്കുന്നത്. എന്താണ് ശരത്പവാറായിട്ട്? എനിക്ക് അതിനോടൊന്നും ഒരു പ്രതികരണവും ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ നിന്ന് ഞാൻ എന്തുകൊണ്ട് രാജിവെച്ചു എന്നാണ് പറഞ്ഞത്. മറ്റുള്ളവർക്ക് അവരുടെ അഭിപ്രായങ്ങൾ പറയാമെന്നുള്ളതല്ലാതെ എനിക്ക് ആ അഭിപ്രായത്തിലൊന്നും. പ്രത്യാശാസ്പരമായി ഇടതുപക്ഷവും കോൺഗ്രസും യോജിച്ച് പ്രവർത്തിക്കേണ്ട ആളുകളാണ്, അവർ ഫ്രണ്ട്സാണ് ഐഡിയോളജിക്കലി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യാശാസ്ത്രപരമായ ഒരു അടുപ്പം ഇടതുപക്ഷത്തോട് ഉണ്ടാവും, അല്ലെങ്കിൽ ഇടതുപക്ഷത്തോട് നേരിട്ട് ചേർന്നല്ല, പുറത്തു നിന്നുണ്ടെങ്കിലും ഇടതുപക്ഷത്തോട് സഹകരിച്ച് പോകുന്ന ഒരു നിലപാടിലേക്ക്. അതല്ല, അത് 2 പാർട്ടികൾ തമ്മിലല്ലേ. ഞാൻ വ്യക്തിപരമായി സഹകരിക്കേണ്ട കാര്യമല്ലല്ലോ. അല്ല, ഞാനെന്ന് പറയുന്ന വ്യക്തി അപ്രസക്തനാണല്ലോ. 2 പാർട്ടികൾ തമ്മിൽ ധാരണകൾ ഉണ്ടാവേണ്ടത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിലാണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ മുതിർന്ന നേതാവ് PC ചാക്കോ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരിക്കുകയാണ്. കോൺഗ്രസിന്റെ അപജയമാണ് രാജിക്കുള്ള കാരണമെന്ന് പറയുന്നു. കേരളത്തിൽ കോൺഗ്രസ് പാർട്ടി എന്നൊന്നില്ല, ഗ്രൂപ്പുകൾ മാത്രമേ ഉള്ളൂ. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ മുന്നിൽ വരാതെയാണ് സിറ്റിംഗ് MLA-മാർ ഒഴികെയുള്ളവരുടെ പേരുകൾ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മാത്രം നിർദ്ദേശിക്കപ്പെട്ടത്. അതിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജിയെന്ന് അദ്ദേഹം പറയുന്നു. ഭാവി നടപടികൾ ആലോചിച്ചിട്ടില്ല. താൻ ഏതെങ്കിലും മതസംഘടനകളുമായോ രാഷ്ട്രീയ പാർട്ടികളുമായോ ഇക്കാര്യം സംസാരിച്ചിട്ടില്ല എന്നുകൂടി PC ചാക്കോ പറയുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ വളരെ അപ്രതീക്ഷിതമായി PC ചാക്കോ പാർട്ടി വിടുകയും